കർത്താവിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഇപ്പോൾ ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് എല്ലാ മഹത്വവും ലഭിക്കട്ടെ. നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൾ കൊണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. അനേക ആളുകൾക്ക് ആശ്വാസം കിട്ടണം. അനേകർ രക്ഷയിലേക്കും നിത്യജീവങ്കിലേക്കും വരണം. ഇതാണ് എളിയവരായി ഞങ്ങൾ നടത്തുന്ന പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എല്ലാവരും നിത്യജീവൻ്റെ ഓഹരിക്കാരും നിത്യജീവൻ്റെ അവകാശികളുമായി തീരുക. എന്നാൽ അതോടൊപ്പം കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ഈ ഭൂമിയിലെ ആവശ്യങ്ങളൊക്കെയും നമുക്ക് ലഭിക്കുമെന്ന ദൈവിക വാഗ്ദത്തം അനേകരുടെ ജീവിതത്തിൽ നിറവേറണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ഈ ശുശ്രൂഷകൾ നടത്തുന്നത്. ഈ ശുശ്രൂഷ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്ന അനേകർ ഞങ്ങളെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പ്രാർത്ഥനാ വിഷയം പറയാറുണ്ട്, കർത്താവ് അവർക്ക് കൊടുത്ത ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ കൃപയാൽ കർത്താവ് ഒരു കൂട്ടം ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനത്താലുള്ള അനുഗ്രഹം, വചനത്താലുള്ള വിടുതൽ നൽകുന്നു. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നു, യേശുവിൻ്റെ വചനം പ്രവർത്തിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗത്താൽ യേശു ചൊരിഞ്ഞു തന്ന തിരുരക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. അതുകൊണ്ട് എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കുകയാണ്. നാം കുറച്ച് ദിവസങ്ങളായി ചിന്തിച്ചു വന്നത് ഇരുളും അഥവാ അന്ധകാരവും വെളിച്ചം അഥവാ പ്രകാശം. നാം അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. ഇരുട്ട്, അന്ധകാരം, എന്നാൽ വെളിച്ചം, പ്രകാശം. ഇരുട്ട്, അന്ധകാരം പിശാചിനെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഈ വെളിച്ചവും പ്രകാശവും കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുന്നു. എവിടെയെല്ലാം പ്രകാശമുണ്ടോ, ഞാൻ പറഞ്ഞത് പുറമെയുള്ള ഏതെങ്കിലും ലൈറ്റിൻ്റെ ഒരു പ്രകാശത്തെക്കുറിച്ചോ സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. നിത്യസൂര്യനായ രാജാതിരാജനായ സ്വർഗീയ സൂര്യനായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം എവിടെയെല്ലാം ഉദിച്ചുവോ അവിടുന്നെല്ലാം അന്ധകാരം മാറും, ദുഷ്ടപിശാച് മാറും. ദൈവനാമോത്തപ്പെടട്ടെ. എങ്ങനെയാണ് ഈ അന്ധകാരം മാറുന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു തുടങ്ങി. എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്? നമുക്കറിയാം, നാം ചിന്തിച്ചാൽ അറിയാം. യേശുക്രിസ്തു തൻ്റെ 30-ാമത്തെ വയസ്സിൽ പരശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി 40 രാവും 40 പകലും കർത്താവ് മരുഭൂമിയിൽ കർത്താവ് ഉപവസിച്ചു. വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ കർത്താവ് ഉപവസിച്ചു. പരസ്യമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് ഉപവസിച്ചു. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഒരുങ്ങിയുള്ള ശുശ്രൂഷ വളരെ ഫലപ്രദമാണെന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ മാതൃകയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. ദൈവവേലക്കാരായ നാമും നിങ്ങൾ ഓരോരുത്തരും കർത്താവിനെ ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും ഏതെങ്കിലും ശുശ്രൂഷയെ, ഒരുപക്ഷെ വർഷിപ്പായിരിക്കാം, വചന ശുശ്രൂഷയായിരിക്കാം, ഏതുമാകട്ടെ, ഏത് ശുശ്രൂഷ ചെയ്യുന്നവരും പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ഒരുങ്ങുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കർത്താവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. കർത്താവ് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോഴിതാ ഉടനെ കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് പുറപ്പെടുന്നു. കർത്താവ് എങ്ങനെയാണ് പിശാചിൻ്റെ പരീക്ഷയെ ജയിച്ചത്? കർത്താവ് വചനം കൊണ്ട് ജയിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ വചനം നമ്മുടെ നാവിലും വചനം നമ്മുടെ ഹൃദയത്തിലും വചനം നമ്മുടെ കയ്യിലും ഉണ്ടായിരിക്കണം. വചനം എന്ന വാൾ. ഹല്ലേലൂയ. പിശാച് 3 പ്രാവശ്യം യേശുവിനെ വിവിധ തലത്തിൽ പരീക്ഷിച്ചു. എന്നാൽ 3 പ്രാവശ്യവും യേശു പിശാചിനെ ജയിച്ചത് തൻ്റെ വചനം കൊണ്ടാണ്. ഇന്ന് ജയമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വചനത്താൽ ജയം പ്രഖ്യാപിക്കണം. ഒരുപക്ഷെ നിരാശയുടെ ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിശാചിൻ്റെ ചിന്തകൾ കേട്ടിട്ട്
തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വചനം പറയണം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൊണ്ടുന്ന നേരെ പാഞ്ഞു ചെല്ലും. ഇങ്ങനെ പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പിശാചിനെ ജയിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗങ്ങൾ വരുത്തി പിശാച് നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സാക്ഷാൽ എൻ്റെ രോഗം, നമ്മുടെ രോഗങ്ങളെ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിൻ്റെ അടിപ്പണയാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് ആ തിരുവചനം നമ്മുടെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ അന്ധകാരത്തിൻ്റെ പൈശാചികൻ്റെ ശക്തിയെ നാം ജയിക്കണം. എങ്ങനെ ജയിക്കണം? ഓ ദുഷ്ട പിശാചേ, സാക്ഷാൽ എൻ്റെ രോഗങ്ങളെ യേശു വഹിച്ചതാണ്. സാക്ഷാൽ എൻ്റെ വേദനകളെ യേശു ചുമന്നതാണ്. യേശുവിൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം കർത്താവ് 2000 വർഷം മുമ്പ് കാൽവറിയിൽ നേടിത്തന്നതാണ്. ഞാനത് വിശ്വസിക്കുന്നു. അന്ന് യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോയപ്പോൾ എൻ്റെ രോഗം കൂടി യേശു വഹിച്ചുകൊണ്ടാണ് പോയത്. യേശു വേദനയേറ്റപ്പോൾ എൻ്റെ രോഗം കൂടി അവിടുന്ന് വഹിക്കുകയായിരുന്നു. എൻ്റെ വേദന കൂടി അവിടുന്ന് വഹിക്കുകയായിരുന്നു. യേശു ഓരോ അടിയേറ്റപ്പോഴും എൻ്റെ രോഗത്തിന് സൗഖ്യം വരുത്തുകയായിരുന്നു. ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ അടിപ്പണരാലുള്ള സൗഖ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദുഷ്ടപിശാച് മാറുന്നതും നിങ്ങൾക്ക് രോഗത്തിന്മേൽ ജയം കിട്ടുന്നത് നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കാൻ പ്രിയരേ. ദൈവമക്കൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും അനുഭവിക്കാം. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് യേശുവിനെ മുറുകെ പിടിക്കണം. വീണ്ടും വലിയ കടബാധ്യതയിലൂടെയും ഞെരുക്കത്തിലൂടെയും പോകുമ്പോൾ, വലിയ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആ കടക്കണിയിലേക്ക് നോക്കി, പിശാച് വരുത്തിയ വലിയ കടക്കണിയിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, അവിടെ എന്തെഴുതിയിരിക്കുന്നു? എൻ്റെ ദൈവമോ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതാണ് വചനം. പക്ഷെ നമ്മളേതാക്കി പറയണം. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ദൈവത്തിൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും എനിക്ക് തീർത്ത് തരും. ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ, നിങ്ങളിങ്ങനെ വചനം കൊണ്ട് ആ കടബാധ്യത വരുത്തിയ ദുഷ്ടപിശാചിനോട് ഫൈറ്റ് ചെയ്യണം. കടമൊരു കെണിയാണ്. കടക്കെണി എന്നല്ലേ നാം പറയുന്നത്. പിശാച് കടക്കെണിയിൽ അനേക ദൈവമക്കളെ വീഴ്ത്തിയിട്ട് അവരെ സ്വസ്ഥത കളയുന്നു, സമാധാനം കളയുന്നു, അവർക്ക് ടെൻഷൻ കൊടുക്കുന്നു, ആകുലം കൊടുക്കുന്നു, പ്രഷർ കൂട്ടുന്നു, ഷുഗർ കൂട്ടുന്നു, അങ്ങനെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ആത്മീയ ഭാവി നഷ്ടപ്പെടുത്തുവാൻ ദുഷ്ടപിശാച് നോക്കും. അവിടെ നിങ്ങൾ തളരരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ദൈവം എന്നെ ഇതിൽ നിന്നെല്ലാം വിടുവിക്കും. മാത്രമല്ല, മറ്റൊരു വാക്യം നിങ്ങൾ കേൾക്കൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദരിദ്രത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അത് നിങ്ങൾ സ്വന്തമായി പറയണം. എങ്ങനെ? എൻ്റെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശു ദാരിദ്ര്യം സഹിച്ചു. തൻ്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് എൻ്റെ നിമിത്തം ദരിദ്രനായി തീർന്ന യേശു. വചനമാണ്. ഈ വചനമൊക്കെ നിങ്ങൾ ഉരുവിടണം. നിങ്ങൾ ഏതെങ്കിലും ദൈവദാസന്മാരുടെ പിന്നാലെയോ നിങ്ങൾ ഏതെങ്കിലും കർത്തഭൃത്യന്മാരുടെ പിന്നാലെയോ ഓടി നടക്കുകയല്ല വേണ്ടത്. അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതോ പോകുന്നതോ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം പ്രിയരെ. ഈ യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കണം. അത് നമുക്ക് വചനം തന്നിട്ടുണ്ട്. ഞാൻ ദൈവമക്കളോട് പ്രാർത്ഥന ആവശ്യപ്പെടാറുള്ള ആളാണ്. ഞാൻ വിശ്വസിക്കുന്ന ആളുമാണ്. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ എക്കാലത്തും നാം ഏതെങ്കിലും ദേവദാസന്മാരുടെ പിന്നാലെയോ ഏതെങ്കിലും അഭിഷിക്തന്മാരുടെ പിന്നാലെയോ ഏതെങ്കിലും കൃപാവര ശുശ്രൂഷകളുടെ പിന്നാലെയോ അല്ല പോകേണ്ടത്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കൂ പ്രിയരെ. യേശുവിനെ അനുഗമിച്ചാൽ യേശുവിൽ സൗഖ്യമുണ്ട്. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. കർത്താവിന്റെ സ്തോത്രം. ദൈവനാമം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വ്യക്തിപരമായി ഒറ്റയ്ക്ക് നിങ്ങൾ യേശുവിനെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കണം. വചനത്തിൻ്റെ ആഴത്തിൽ നാം വേരൂന്നണം. പുറമെ ഒരുപ്ലമായ കാര്യം പോരാ. എങ്ങനെയാണ് യേശു സൗഖ്യം തന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. നിങ്ങളെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ രോഗത്തിന് പരിഹാരമുണ്ട് പ്രിയരെ. നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിന് പരിഹാരമുണ്ട്. നമ്മുടെ കടബാധ്യതകൾക്ക് പരിഹാരമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. പാപത്തിന്മേൽ ജയമുണ്ട്.
ഹല്ലേലൂയ. വാഴ്ചകളെ അധികാരങ്ങളെ യേശു ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ മേൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന് വചനമുണ്ട്. ഇത് വിശ്വസിക്കണം. ഇങ്ങനെ 100 കാര്യങ്ങളും വാഗ്ദത്തങ്ങളും തിരുവചനത്തിലുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നത്തിനും പരിഹാരം വചനത്തിലുണ്ട്. വചനത്തിൽ ആശ്രയിക്കുക, വചനത്തെ മുറുകെ പിടിക്കുക. എന്താണ് കർത്താവ് ചെയ്തത്? അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്ധകാരം മാറണമെങ്കിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരം കർത്താവ് മനുഷ്യഹൃദയങ്ങളിൽ ഇടുന്ന വലിയൊരു പ്രകാശമാണ്. ദൈവീക രക്ഷ, ദൈവീക പ്രകാശം. കർത്താവിന് സ്തോത്രം. സെബൂലൂന്റെയും നഫ്താലിയുടെയും ദേശത്തുള്ളവർക്ക് അവർ വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു പ്രസംഗിച്ചത് എന്താ? മാനസാന്തരപ്പെടുവീനെന്ന്. അതേ, ഞാൻ നിങ്ങളോട് പറയാം, മാനസാന്തരം വന്നാൽ വലിയ പ്രകാശമുണ്ടാകും. മാനസാന്തരം വന്നാൽ അന്ധകാരങ്ങൾ മാറും. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും, കുടുംബ ജീവിതത്തിൽ നിന്നും, വ്യക്തി ജീവിതങ്ങളിൽ നിന്നും, ഔദ്യോഗിക ജീവിതത്തിൽ ചില അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, എല്ലാം മാറും. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എനിക്കെതിരായി ഏതോ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണോ? അല്ല മകനെ, നീ നശിക്കണ്ട, നീ ആത്മഹത്യ ചെയ്യണ്ട, നീ നിരാശപ്പെട്ടു പോകണ്ട, നീ വാടിയിരിക്കണ്ട, നീ തല കുമ്പിട്ടിരിക്കണ്ട. മോളെ, നീ തല കുമ്പിട്ട് ഏങ്ങിയടിച്ച് കരയണ്ട. നിന്റെ ജീവിതം കരഞ്ഞു തീർക്കേണ്ട ജീവിതമല്ല, ഒരു പ്രത്യാശയുടെ ജീവിതമുണ്ട്. യേശു മകളെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ മാനസാന്തരത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ഈ മാനസാന്തരമാണ് മനുഷ്യ ജീവിതത്തിൽ പ്രകാശം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് യേശു പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സങ്കീർത്തനത്തിൽ 2 ഭാഗത്ത് എൻ്റെ ഓർമ്മ 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവുമാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. 13-ഉം 14-ഉം 53-ഉം എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഒരു വാക്യമുണ്ട്, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. രക്ഷ വന്നാൽ സ്ഥിതി മാറും. മാനസാന്തരം വന്നാൽ അവിടെ മരണനിഴൽ താഴ്വര മാറും. മാനസാന്തരം വന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമാകും. ഒരു രക്ഷ വന്നാൽ, രക്ഷിക്കപ്പെടലിൻ്റെ അനുഭവം വന്നാൽ, മാനസാന്തരത്തിൻ്റെ അനുഭവം വന്നാൽ നാം പ്രകാശത്തിലേക്ക് കയറുകയാണ്. അതുവരെയും അന്ധകാരം. എന്നാൽ നാം ഒരു പടിയെടുത്ത് വെച്ച് കർത്താവിന് വേണ്ടി ജീവിതം പ്രവർത്തിച്ച് രക്ഷയിലേക്ക് വന്നാൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമെന്ന് ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അതാണ് യഥാർത്ഥമായ പ്രകാശം വരാനുള്ള വഴി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സെബൂലിൻ്റെയും നഫ്താലിയുടെ ദേശങ്ങളിൽ ചെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു, ഓ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്, നിങ്ങൾ ഇരുട്ടിൽ നശിക്കല്ലേ, ഇരുട്ടിൻ്റെ നിത്യരകത്തിലേക്ക് പോകല്ലേ, ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിന് ഇടം കൊടുക്കല്ലേ, മക്കളെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കർത്താവ് അവർക്ക് ജീവൻ്റെ വചനം കൊടുത്തു. അങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സുവിശേഷത്തിൻ്റെ വെളിച്ചം, വചനത്തിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വെളിച്ചം. ആ വെളിച്ചം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് തരട്ടെ. അങ്ങനെ ആ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കർത്താവിൻ്റെ തിരക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കഴി വെടിപ്പാക്കി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഗൈഡൻസോ ഏതെങ്കിലും ആത്മീയമായ എന്തെങ്കിലും സംശയ നിവാരണമോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ആവശ്യമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.